നിൻമുറികളിൽ നേറ്റ് മൂറോൻ മണമെന്നാത. കുരിശിൽ ഗോകുൽത്തായിൽ കുരിശിൽ കിടക്കുന്ന യേശു വികൃതനായി കിടക്കുകയാണ്, മുറിവേറ്റ് കിടക്കുകയാണ്. ആ മുറിവിൽ നിന്ന് ഒഴുകി വരുന്നത് എന്താണ്? ഈ കൂക്കോയ പറയാണ്, ശമൗൻ പറയാണ്, അയ്യോ അതെനിക്ക് മൂറോനായിട്ടാണ് തോന്നുക. നമ്മളാണ് എന്ത് പറയും? ഇതിനെ അതാ മൂറോൻ അതിനകത്തുനിന്ന് വരുന്നു. മൂറോൻ നിൻമുറികളിൽ നേറ്റ് മൂറോൻ മണമൻ, മൂറോന്റെ മണം പോലാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ലൈൻ എന്താ? നിന്റെ അധരങ്ങൾ അഹോ പട്ടിൻ നൂലോടത്തുള്ളൂ. നിന്റെ ലിപ്സ്, നിന്റെ ചുണ്ടുകൾ അയ്യോ പട്ടിന്റെ നൂല് പോലെ. വികൃതമായി ക്രൂശിത രൂപത്തിൽ കിടക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കി പറയാണ്, മുറിവുകൾ നോക്കി പറയാണ്, അതിൽ നിന്ന് വരുന്ന മൂറോൻ മണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നോക്കി പറയാണ്, അയ്യോ നിന്റെ അധരങ്ങളൊക്കെ ഇതേ പട്ടിന്റെ നൂല്. അത് കാൺമാൻ വന്നോരെന്നെ ഭടന്മാർ ചുറ്റി, അവരെ വിട്ട് ഞാൻ ഗോകുൽത്തായിലേക്ക് ഓടി എന്നൊക്കെയാണ് അത് പറയുന്നത്. പിന്നെ അടുത്ത ചാൻസ് എന്താ? എന്നെ മയക്കി നിന്നൽ സൗന്ദര്യനാഥ, എന്നെ മയക്കി നിന്നൽ സൗന്ദര്യം. കണ്ടോ, കുരിശിൽ മുറിവേറ്റ് വികൃതമായി കിടക്കുന്ന യേശു തമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എന്നെ മയക്കി നിന്നൽ സൗന്ദര്യം. എത്ര സുന്ദരനായി നീ കിടക്കുന്നു. മിസ്റ്റിസിസം. അതാണ് ശമൗൻ കൂക്കോയുടെയൊക്കെ. ഇങ്ങനെയുള്ള പാട്ടുകളും കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് നമ്മുടേത്. നമ്മുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും എല്ലാം സുറിയാനി സഭാപിതാക്കന്മാരുടെ ആണല്ലോ. അപ്രയും, ബാലായി, നർസായി, ജേക്കോ സാറു, ജേക്കോ ഫെഡേസ, ശമൗൻ കൂക്കോയോ, ഇങ്ങനെയൊക്കെയുള്ള സഭാപിതാക്കന്മാരുടെയും സുറിയാനി എഴുത്തുകാരുടെയും ഒക്കെ പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലതിൻ്റെയും കോണ്ടക്സ്റ്റ് നമുക്കറിയില്ല. അതിൻ്റെ സിറ്റ്സ് ഇൻ ലേബൻ എന്നൊക്കെ പറയും, അതൊന്നും നമുക്കറിയില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു പോലും നോക്കൂല. നമ്മളിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയോ പാടിക്കേട്ട ഒരു ട്യൂണ് പാടിക്കൊണ്ടിരിക്കുന്നു. ട്യൂണിനപ്പുറം ഒരു വരിയുടെ അർത്ഥമോ ഒരു കാര്യമോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതെല്ലാം കൂടെ വരുമ്പോഴാണ് ഈ വിശുദ്ധ കുർബാന അത് നമുക്ക് അനുഗ്രഹമാകുന്നത്. നമ്മുടെ പല പാട്ടുകളും അതിനകത്തൊക്കെ ഒത്തിരി മിസ്റ്റിക് എലമെൻ്റ് ഉണ്ട്. മിസ്റ്റിസിസം വലിയ മിസ്റ്റിക്കായിട്ട് പറയുന്ന ആവിലായാലും അമ്മ ത്രേസ്യയും കുരിശിലെ യോഹന്നാനും ഒക്കെ ആണല്ലോ. നമ്മുടെ ഈ കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള സഭാപിതാക്കന്മാർ വലിയ മിസ്റ്റിക്സ് ഉണ്ട്. ഞാൻ ഗ്രിഗറി ഓഫ് നീസയുടെ കാര്യം ഫ്രം ഗ്ലോറി ടു ഗ്ലോറി വലിയ മിസ്റ്റിക് റൈറ്ററാണ്. നമ്മളെപ്പോഴും ചൊല്ലുന്ന കൂക്കോയോ പാട്ടില്ലേ, കൂക്കോയോ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ അച്ഛൻ പറഞ്ഞപ്പം കൂക്കോയോ എന്നൊക്കെ പറയാം. നമ്മുടെ പുസ്തകത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയും? നിങ്ങൾ പാട്ട് അല്ല നോക്കത്തുള്ളൂ. പാട്ടിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ചെറിയ ഹിമ്മാണെന്നുള്ളത് നോക്കരുത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൂക്കോയോ, തക്ഷത്തോ, ബോലോ, ബോസോ, എനിയോനോ, ഉഗ്ലിയോ, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവർ റെഡ് ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതേ നമ്മൾ നോക്കത്തില്ല. അതാണ് ആ ടൈപ്പ്. പല തരത്തിലുള്ള പല ടൈപ്സ് ഓഫ് ചെറിയ ഹിംസ് പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. അതിൽ മിസ്റ്റിസിസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഉദാഹരണം പറയാം. ശമൗൻ കൂക്കോയോ നമുക്ക് പരിചയമുള്ള. കൂക്കോയോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോട്ടർ, പാത്രം ഉണ്ടാക്കുന്ന ആളാണ്. പാത്രം ഉണ്ടാക്കുന്ന ആൾ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെസൽസ്, ആ മെഷീൻ അത് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനെ ഡിവൈൻ മ്യൂസിക്കായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനനുസരിച്ച് വരികൾ എഴുതിയ വലിയ വിദഗ്ധനാണ് ശമൗൻ കൂക്കോയോ. സൈമൺ ഓഫ് ഗസീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റിസിസം മുഴുവൻ നമ്മളെല്ലാം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ബിബ്ലിക്കലാണ്, മിസ്റ്റിക്കലാണ്. അദ്ദേഹത്തിന് വളരെ മിസ്റ്റിസിസം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടാം. നിങ്ങൾ മടുത്തോ? മടുത്തില്ല? എന്നാൽ മടുപ്പിച്ചിട്ടേ മാറത്തുള്ളൂ. അപ്പോൾ മിസ്റ്റിസിസം എന്ത്? അദ്ദേഹത്തിൻ്റെ ഒരു കൂക്കോയാണ്. നിൻമുറിവുകളിൽ നേറ്റേൻ മൂറോ. ഉറക്കെ പാടിക്കേ, ഉറക്കെ. പാട്ടിനല്ല, പട്ടിൻ നൂലോടത്തുള്ളൂ. ഇനി എന്തുവാ അതിൻ്റെ അർത്ഥം? നിൻമുറികളിൽ നേറ്റ് മൂറോൻ മണമെന്നാത. കുരിശിൽ ഗോകുൽത്തായിൽ കുരിശിൽ കിടക്കുന്ന യേശു വികൃതനായി കിടക്കുകയാണ്, മുറിവേറ്റ് കിടക്കുകയാണ്. ആ മുറിവിൽ നിന്ന് ഒഴുകി വരുന്നത് എന്താണ്? ഈ കൂക്കോയ പറയാണ്, ശമൗൻ പറയാണ്, അയ്യോ അതെനിക്ക് മൂറോനായിട്ടാണ് തോന്നുക. നമ്മളാണ് എന്ത് പറയും? ഇതിനെ അതാ മൂറോൻ അതിനകത്തുനിന്ന് വരുന്നു. മൂറോൻ നിൻമുറികളിൽ നേറ്റ് മൂറോൻ മണമൻ, മൂറോന്റെ മണം പോലാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ലൈൻ എന്താ? നിന്റെ അധരങ്ങൾ അഹോ പട്ടിൻ നൂലോടത്തുള്ളൂ. നിന്റെ ലിപ്സ്, നിന്റെ ചുണ്ടുകൾ അയ്യോ പട്ടിന്റെ നൂല് പോലെ. വികൃതമായി ക്രൂശിത രൂപത്തിൽ കിടക്കുന്ന ആളിന്റെ മുഖത്ത് നോക്കി പറയാണ്, മുറിവുകൾ നോക്കി പറയാണ്, അതിൽ നിന്ന് വരുന്ന മൂറോൻ മണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നോക്കി പറയാണ്, അയ്യോ നിന്റെ അധരങ്ങളൊക്കെ ഇതേ പട്ടിന്റെ നൂല്.
അത് കാൺമാൻ വന്നോരെന്നെ ഭടന്മാർ ചുറ്റി, അവരെ വിട്ട് ഞാൻ ഗോകുൽത്തായിലേക്ക് ഓടി എന്നൊക്കെയാണ് അത് പറയുന്നത്. പിന്നെ അടുത്ത ചാൻസ് എന്താ? എന്നെ മയക്കി നിന്നൽ സൗന്ദര്യം നാഥ, എന്നെ മയക്കി നിന്നൽ സൗന്ദര്യം. കണ്ടോ, കുരിശിൽ മുറിവേറ്റ് വികൃതമായി കിടക്കുന്ന യേശുതമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എന്നെ മയക്കി നിന്നൽ സൗന്ദര്യം. എത്ര സുന്ദരനായി നീ കിടക്കുന്നു. മിസ്റ്റിസിസം. അതാണ് ശമൗൻ കൂക്കോയുടെയൊക്കെ. ഇങ്ങനെയുള്ള പാട്ടുകളും കീർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ് നമ്മുടേത്. നിർഭാഗ്യം കൊണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതൊരു ക്ലാസ്സിന് വന്ന് ഇരിക്കാൻ പറഞ്ഞാലും ചിലപ്പോൾ അത് താല്പര്യം കാണാതെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് യോഗ്യമായി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പങ്കുചേരണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ കുർബാനയിലുള്ള പങ്കുചേരൽ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മളെ ഒന്നും തൊടാതെ പോകരുത്. അങ്ങനെ പാഴായിപ്പോയ ഒത്തിരി കുർബാന പാഴാകത്തില്ല, പക്ഷെ അത് നമുക്ക് പാഴായിപ്പോയ ഒത്തിരി കുർബാനകളുണ്ട്. അങ്ങനെ പാഴായി പോകാൻ പാടില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ കൂടുതൽ സന്തോഷത്തോടും ആനന്ദത്തോടും ശക്തിയോടും കൂടി പോകാനായിട്ട് നമുക്ക് സാധിക്കണം.